നമസ്കാരം, സ്പീഡ് ന്യൂസിലേക്ക് സ്വാഗതം. യൂത്ത് കോൺഗ്രസ് ചൊവ്വന്നൂർ മണ്ഡലം പ്രസിഡന്റ് VS സുജിത്തിനെ പോലീസ് സ്റ്റേഷനിൽ വെച്ച് മർദ്ദിക്കുകയും പരിക്കേൽപ്പിക്കുകയും ചെയ്തതിന്റെ CCTV ദൃശ്യങ്ങൾ പുറത്ത്. വിവരാവകാശ കമ്മീഷൻ ഉത്തരവ് പ്രകാരമാണ് CCTV ദൃശ്യങ്ങൾ നൽകിയത്. നാടും നഗരവും ഓണത്തിരക്കിൽ. മലയാളികൾക്ക് നാളെ ഉത്രാടപ്പാച്ചിൽ. തിരുവോണത്തിന് ഒരു ദിവസം ബാക്കി നിൽക്കെ ഓണവിപണി സജീവമായി. ഓണസദ്യയിലെ താരമായ ഞാലിപ്പൂവിന് വൻ ഡിമാൻഡ്. ഞാലിപ്പൂവിന്റെ വില കിലോയ്ക്ക് 100 രൂപയ്ക്ക് മുകളിലെത്തി. ലഹരിക്കെതിരെ ബോധവൽക്കരണവുമായി തൃശൂർ സിറ്റി പോലീസിന്റെ നേതൃത്വത്തിൽ തൃശൂർ തെക്കേ ഗോപുരനടയിൽ മെഗാ പൂക്കള മത്സരം സംഘടിപ്പിച്ചു. തൃശൂർ സിറ്റിയിലെ 20 പോലീസ് സ്റ്റേഷനിൽ നിന്നും ട്രാഫിക്, വനിതാ സ്റ്റേഷൻ ഉൾപ്പെടെ 50 ടീമുകളാണ് പൂക്കള മത്സരത്തിൽ പങ്കെടുത്തത്. മാള വടമയിൽ വയോധികയെ വീടിനകത്ത് പൊള്ളലേറ്റ് മരിച്ച നിലയിൽ കണ്ടെത്തി. എടമുട്ടം വീട്ടിൽ രവീന്ദ്രന്റെ ഭാര്യ 62 വയസ്സുള്ള ഉഷയാണ് മരിച്ചത്. പാൽ തിളപ്പിക്കുന്നതിനിടയിൽ വസ്ത്രത്തിലേക്ക് തീ പടർന്നതാണ് അപകടത്തിന് കാരണമെന്ന് സംശയിക്കുന്നു. പുതിയ കാർ നൽകാമെന്ന് പറഞ്ഞ് ഇരിങ്ങാലക്കുട മാടായിക്കോണം സ്വദേശിയിൽ നിന്ന് 15 ലക്ഷം രൂപ കവർന്നതായി പരാതി. മാടായിക്കോണം വില്ലുമംഗലത്തെ കളരിക്കൽ സതീശനാണ് തട്ടിപ്പിനിരയായത്. പോർക്കുളത്ത് പാറയമ്പാടത്ത് ശുദ്ധജല പദ്ധതിയുടെ പൈപ്പ് വീണ്ടും പൊട്ടി. 2 ആഴ്ച മുൻപും ഇവിടെ പൈപ്പ് പൊട്ടിയിരുന്നു. സംസ്ഥാന പാതയുടെ നവീകരണം പൂർത്തിയാക്കി യാത്രാ ദുരിതം ഒഴിവാക്കണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടു. കർഷകരിൽ നിന്നും സപ്ലൈകോ വഴി സർക്കാർ വാങ്ങിയ നെല്ലിന്റെ വില 48 മണിക്കൂറിനുള്ളിൽ നൽകണമെന്ന മുൻധാരണ നടപ്പാക്കണമെന്ന് കേരള കോൺഗ്രസ് ഡെപ്യൂട്ടി ചെയർമാൻ തോമസ് ഉണ്ണിയാടൻ ആവശ്യപ്പെട്ടു. കേരള കോൺഗ്രസ് വെള്ളൂക്കരയിൽ നടത്തിയ പ്രതിഷേധ സംഗമം തോമസ് ഉണ്ണിയാടൻ ഉദ്ഘാടനം ചെയ്തു. കരിച്ചാൽ കടവ് റെഗുലേറ്റർ കം ബ്രിഡ്ജ് നിർമ്മാണം അവസാന ഘട്ടത്തിൽ. കാട്ടകാമ്പാൽ വടക്കേക്കാട് പഞ്ചായത്തുകളെ ബന്ധിപ്പിക്കുന്ന പെങ്ങാമുക്ക് കരിച്ചാൽ കടവ് പാലം നിർമ്മാണത്തിന്റെ പുരോഗതി AC മൊയ്തീൻ MLA പരിശോധിച്ചു. കേരള ലേബർ മൂവ്മെന്റ് എളവള്ളി യൂണിറ്റിന്റെ വാർഷികാഘോഷങ്ങളുടെ ഭാഗമായി ഓണക്കിറ്റ് വിതരണം നടന്നു. മുൻ നിയമസഭാ സ്പീക്കർ VM സുധീരൻ വാർഷികാഘോഷം ഉദ്ഘാടനം ചെയ്തു. ഭാരതീയ ദളിത് കോൺഗ്രസ് മറ്റത്തൂർ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വെള്ളിക്കുളങ്ങര ഇത്തനോളി ST ഉന്നതിയിൽ ഓണാഘോഷം സംഘടിപ്പിച്ചു. ദളിത് കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് സന്തോഷ് ഐത്താടൻ ഉദ്ഘാടനം ചെയ്തു. തൃപ്രയാർ ശ്രീരാമചന്ദ്ര സേവ റിലീജിയസ് ആൻഡ് ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ നേതൃത്വത്തിൽ നിർധനരായ കുടുംബങ്ങൾക്കുള്ള ഭക്ഷ്യദാന കിറ്റുകളും ഓണക്കോടിയും വിതരണം ചെയ്തു. ട്രസ്റ്റ് ചെയർമാൻ PG നായർ ഉദ്ഘാടനം ചെയ്തു. മഹാത്മാ മെമ്മോറിയൽ കെയർ ആൻഡ് ഷെയർ ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ നേതൃത്വത്തിൽ ഓണാഘോഷം സംഘടിപ്പിച്ചു. വടക്കാഞ്ചേരി ഫൊറോന പള്ളി വികാരി ഫാദർ വർഗീസ് തരകൻ ഉദ്ഘാടനം ചെയ്തു. ഇരിങ്ങാലക്കുട എടക്കുളം ശ്രീനാരായണ ഗുരു സ്മാരക സംഘത്തിന്റെ നേതൃത്വത്തിൽ ഓണാഘോഷവും ശ്രീനാരായണ ഗുരുദേവ ജയന്തി ആഘോഷവും ഈ മാസം 5, 6 തീയതികളിൽ നടക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. ചലച്ചിത്ര താരം മാസ്റ്റർ ഡാവിഞ്ചി സന്തോഷ് ഉദ്ഘാടനം ചെയ്യും. VU രാധാകൃഷ്ണൻ രചിച്ച കേരള തനിമകൾ എന്ന പുസ്തകം പുറത്തിറങ്ങി. ആകാശവാണി തൃശൂർ നിലയത്തിലൂടെ നടത്തിയ ഹരിതം എന്ന പ്രഭാഷണ കുറിപ്പുകളുടെ സമാഹാരമാണിത്. മറ്റത്തൂർ ശ്രീകൃഷ്ണ ഹൈസ്കൂളിലെ 1975-76 SSLC ബാച്ചിലെ സഹപാഠികളുടെ കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ സുവർണ ജൂബിലി ആഘോഷം ഡിസംബറിൽ സംഘടിപ്പിക്കും. സ്കൂളിൽ ചേർന്ന പൊതുയോഗത്തിൽ CS സുരേന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. സംസ്കാര സാഹിതി ജില്ലാ കമ്മിറ്റി സംഘടിപ്പിച്ച സെമിനാർ സംസ്ഥാന വർക്കിംഗ് ചെയർമാൻ MV പ്രദീപ് കുമാർ ഉദ്ഘാടനം ചെയ്തു. ജില്ലാ ചെയർമാൻ ഗിന്നസ് സത്താർ ആദൂർ അധ്യക്ഷത വഹിച്ചു. ശക്തമായ മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ ചിമ്മിനി ഡാമിന്റെ ഷട്ടറുകൾ തുറന്നു. കുറുമാലി, കരുവന്നൂർ പുഴകളുടെ തീരത്ത് താമസിക്കുന്നവർ ജാഗ്രത പാലിക്കണമെന്ന് മുന്നറിയിപ്പ്. ഗുരുവായൂർ നഗരസഭയിൽ 3,41 ലക്ഷം രൂപ ചിലവഴിച്ച് നവീകരിച്ച നെന്മിനി മിച്ചഭൂമിക്കുളം നാടിന് സമർപ്പിച്ചു. നഗരസഭാ ചെയർപേഴ്സൺ M കൃഷ്ണദാസ് ഉദ്ഘാടനം ചെയ്തു. ഇന്ത്യയുടെ ദേശീയ പതാകയുമേന്തി കിളിമഞ്ചാരോ പർവ്വതം കീഴടക്കി പ്രവാസി മലയാളി നാട്ടിൽ തിരിച്ചെത്തി. വെങ്കടൻ പഞ്ചായത്തിലെ എനമാവ് കെട്ടുങ്ങൽ സ്വദേശി പുഴങ്ങേരി ഇല്ലത്ത് സഫീറാണ് ആഫ്രിക്കയിലെ ഏറ്റവും വലിയ കൊടുമുടിയായ കിളിമഞ്ചാരോയുടെ മുകളിലെത്തിയത്. കുന്നംകുളത്ത് യൂത്ത് കോൺഗ്രസ് നേതാവിനെ സ്റ്റേഷനിൽ മർദ്ദിച്ച സംഭവത്തിൽ സേനാതലത്തിൽ അച്ചടക്ക നടപടിയെടുത്തതായി DIG ഹരിശങ്കർ പറഞ്ഞു. കേസിൽ കോടതി നടപടികൾ തുടരുകയാണെന്നും DIG പറഞ്ഞു. കുടുംബശ്രീ സംസ്ഥാന തലത്തിൽ നടത്തിയ മത്സരങ്ങളിലെ വിജയികൾക്കുള്ള ആദരണം തൃശൂരിൽ നടന്നു. റവന്യൂ മന്ത്രി K രാജൻ ഉദ്ഘാടനം ചെയ്തു. നബിദിനാഘോഷത്തിനായി മസ്ജിദുകളും മദ്രസകളും വിശ്വാസികളുടെ ഭവനങ്ങളും ഒരുങ്ങിക്കഴിഞ്ഞു. വെള്ളിയാഴ്ചയാണ് നബിദിനം.
ശ്രീനാരായണ ധർമ്മ പരിപാലന യോഗം തൃശൂർ യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിൽ 171 ശ്രീനാരായണ ഗുരു ജയന്തി ആഘോഷം ഞായറാഴ്ച സംഘടിപ്പിക്കും. ജയന്തി ദിനത്തിൽ 3 മണി മുതൽ തൃശൂർ സ്വരാജ് റൗണ്ടിൽ ഘോഷയാത്ര നടക്കും. തിരുവോണത്തിനൊരുങ്ങി ഗുരുഭവനപുരി. ഗുരുവായൂരപ്പനുള്ള ഉത്രാട കാഴ്ചക്കുല സമർപ്പണം നാളെ നടക്കും. മമ്മിയൂർ ദേവസ്വത്തിന്റെ നവീകരിച്ച ഓഫീസ് കെട്ടിടം നഗരസഭാ ചെയർപേഴ്സൺ എം കൃഷ്ണദാസ് ഉദ്ഘാടനം ചെയ്തു. ദേവസ്വം ട്രസ്റ്റി ബോർഡ് ചെയർമാൻ ജി കെ പ്രകാശൻ അധ്യക്ഷത വഹിച്ചു. CSB ബാങ്ക് വിൽപ്പനയിലെ ഗൂഢാലോചനകൾ, അഴിമതി എന്നിവയിൽ ഉന്നതാന്വേഷണം വേണമെന്ന് ആവശ്യപ്പെട്ട് സമരസഹായ സമിതിയുടെ നേതൃത്വത്തിൽ ജീവനക്കാരും കുടുംബാംഗങ്ങളും ഉത്രാട ദിനത്തിൽ ബാങ്കിന് മുന്നിൽ പട്ടിണി സമരം നടത്തും. കെ രാധാകൃഷ്ണൻ MP ഉദ്ഘാടനം ചെയ്തു. വടക്കുന്നാഥ ക്ഷേത്ര മതിൽക്കെട്ടിനകത്ത് റീൽസ് ചിത്രീകരിച്ചതിൽ പരാതി. സാന്ദ്ര തോമസ് എന്ന ബ്ലോഗറാണ് റീൽസ് ചിത്രീകരിച്ചതെന്ന് പരാതിയിൽ പറയുന്നു. സംസ്ഥാനത്ത് മഴ മുന്നറിയിപ്പിൽ മാറ്റം. 3 ജില്ലകളിൽ ഓറഞ്ച് അലർട്ടും 3 ജില്ലകളിൽ യെല്ലോ അലർട്ടും പ്രഖ്യാപിച്ചു. തൃശൂർ കോർപ്പറേഷൻ സംഘടിപ്പിക്കുന്ന പരിപാടിക്കായി പരസ്യമായി റോഡ് കയ്യേറി കോർപ്പറേഷൻ സ്റ്റേജ് നിർമ്മാണമെന്ന് പരാതി. കണ്ണൻകുളങ്ങര ചിയാരം റോഡിലാണ് അപകടകരമായ വളവിൽ റോഡ് കയ്യേറി ഗതാഗതം തടസ്സപ്പെടുത്തി സ്റ്റേജ് കെട്ടിയതെന്ന് കൌൺസിലർ ജോൺ ഡാനിയൽ ആരോപിച്ചു. അന്തിക്കാട് പഞ്ചായത്ത് 7ാം വാർഡ് കുടുംബശ്രീ ADS വാർഷികാഘോഷം പുത്തൻപീടികയിൽ പഞ്ചായത്ത് പ്രസിഡന്റ് ജീന നന്ദൻ ഉദ്ഘാടനം നിർവഹിച്ചു. CDS അംഗം സുധിത സുകുമാരൻ അധ്യക്ഷത വഹിച്ചു. പൂമലയിൽ കരാട്ടെ വിദ്യാർത്ഥികൾ ഓണാഘോഷം സംഘടിപ്പിച്ചു. സീനിയർ കരാട്ടെ അധ്യാപകൻ ജിജോ കുര്യൻ, ജോജോ കുര്യൻ എന്നിവർ നേതൃത്വം നൽകി. യുദ്ധങ്ങൾക്കെതിരെ ചിത്രകാര ദമ്പതികളായ തൃശൂർ സ്വദേശി ഫ്രാൻസിസ് കോടങ്കണ്ടത്തും ഷേർലി ചാലിശ്ശേരിയും ചേർന്ന ഖാദിയിൽ വരച്ച ചിത്രങ്ങളുടെ പ്രദർശനം ഹിരോഷിമയിലും സോളിലും നടക്കും. സെപ്റ്റംബർ 6 മുതൽ 11 വരെ ജപ്പാനിലെ ഹിരോഷിമയിലും 12 മുതൽ 16 വരെ തെക്കൻ കൊറിയയിലും സോളിലും പ്രദർശനം നടക്കും. വിവിധ മേഖലയിലുള്ളവരെ എരുമപ്പെട്ടി പ്രസ് ക്ലബ് പുരസ്കാരം നൽകി ആദരിച്ചു. ജില്ലാ പഞ്ചായത്ത് അംഗം ജലീൽ ആദൂർ ഉദ്ഘാടനം ചെയ്തു. അരിമ്പൂർ ഗ്രാമപഞ്ചായത്ത് 2025 വയോധ സൗഹൃദ അവാർഡുകൾ പ്രഖ്യാപിച്ചു. മികച്ച പ്രകടനം കാഴ്ചവെച്ച ക്യാപ്റ്റൻ ലക്ഷ്മി വയോ ക്ലബിന് 1ാം സ്ഥാനം ലഭിച്ചു. അപകട ഭീഷണിയിലായ അനകര കടന്തോട് പാലം ഉടനെ പുതുക്കി പണിയണമെന്നാവശ്യപ്പെട്ട് കോൺഗ്രസ് മുല്ലശ്ശേരി തോളൂർ മണ്ഡലം കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ പ്രതിഷേധ പ്രകടനം നടത്തി. DCC ജനറൽ സെക്രട്ടറി PK രാജൻ പ്രതിഷേധ യോഗം ഉദ്ഘാടനം ചെയ്തു. കൊടകര റോട്ടറി ക്ലബിന്റെ നേതൃത്വത്തിൽ 50 കുടുംബങ്ങൾക്ക് ഓണക്കിറ്റുകൾ വിതരണം ചെയ്തു. കൊടകര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അമ്പിളി സോമൻ വിതരണോദ്ഘാടനം നിർവഹിച്ചു. ഇടമലക്കുടി ക്രിയേഷൻസിന്റെ ഓണത്താർ എന്ന ഓണപ്പാട്ടിന്റെ പ്രകാശനം സിനി ആർട്ടിസ്റ്റ് സലീം ഹസനും മുൻ MP ഡോക്ടർ ചാൾസ് ഡയസും ചേർന്ന് നിർവഹിച്ചു. വരികൾ ആലപിച്ചത് അധ്യാപകനും ഗായകനുമായ സുനിൽ പെരുമ്പാവൂരാണ്. ഇതോടെ സ്പീഡ് ന്യൂസ് സമാപിക്കുന്നു. നമസ്കാരം.